ഈ തെറ്റുകളൊക്കെ ചെയ്തിട്ട് കുമ്പസാരം വന്ന് പറയുന്ന ഒരു രീതിയുണ്ട് ഈ പള്ളികളിലൊക്കെ. അപ്പോൾ അതുപോലെയാണ് നമ്മളിപ്പോൾ 2-3 ദിവസമായിട്ട് കാണാൻ പറ്റുന്നത്. ഇവിടെ ഇത് ഇപ്പോൾ ഷംസീർ വന്ന് പറഞ്ഞിരിക്കുകയാണ്, അയ്യപ്പ സംഗമത്തിൽ ഞങ്ങൾക്ക് പാളി, പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഞങ്ങൾക്ക് പാളി, വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിച്ചത് ഞങ്ങൾക്ക് പാളി. അങ്ങനെ ഇപ്പൊ കഴിഞ്ഞ ദിവസം EP ജയരാജനും പറഞ്ഞു. ഇവരെല്ലാവരും കുറ്റസമ്മതത്തിന്റെ അല്ലെങ്കിൽ ഒരു മാനസാന്തരം ലെവലിലേക്ക് പാർട്ടി ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇതൊരു ശുഭപ്രതീക്ഷയാണോ? ശുഭപ്രതീക്ഷയല്ല. LDF തോറ്റു. അതിലൂടെ അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴത്തെ ഈ ഓരോ കുമ്പസാരങ്ങൾ പുറത്തു വരുന്നത്. LDF ഒരുപക്ഷെ തോറ്റില്ലായിരുന്നെങ്കിൽ, ഇനിയും ഒരു മൂന്നാമത്തെ ഒരു പിണറായി ഭരണം തുടരുകയായിരുന്നെങ്കിൽ ഈ ഒരു തെറ്റുകൾ തന്നെ ഈ ഒരു 5 വർഷത്തേക്ക് കൂടെ തുടരുമായിരുന്നു. എന്തുകൊണ്ടും ഈ ഒരു CPM അല്ലെങ്കിൽ LDF തോറ്റു അല്ലെങ്കിൽ തോറ്റത് നന്നായി എന്ന് അടിവര ഇടുന്നതാണ് ഇപ്പോൾ സഹാക്കന്മാർ ഉയർത്തുന്ന ഓരോ കുമ്പസാരവും അല്ലെങ്കിൽ ഓരോ കുറ്റസമ്മതവും. അതാണ് ഇപ്പോൾ അവസാനം ചേർത്ത് വെച്ചിരിക്കുന്നത്. അവസാനത്തെ എൻട്രി നമ്മുടെ മുൻ സ്പീക്കറായ N ഷംസീറിൻ്റെ ആ ഒരു കുമ്പസാരം. ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങൾ ഇനി തിരിച്ചു വരും, പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും, ജനങ്ങളുടെ കൂടെയുള്ളവരാണ് ഞങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ജനങ്ങളെയാണ് ഈ ഒരു 10 വർഷത്തോളം ചവിട്ടി അരച്ചത് എന്നുള്ള കാര്യം ഇദ്ദേഹം സൗകര്യപൂർവ്വം അങ്ങ് മറന്നു എന്നുള്ളതാണ്. ഈ നമ്മുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തെല്ലാം ഈ LDFന്റെ അല്ലെങ്കിൽ CPMന്റെ ഏക പ്രചരണ ആയുധം എന്താണെന്ന് വെച്ചാൽ LDF 3.0 വരും, അല്ലെങ്കിൽ പിണറായി വിജയൻ ഇനിയും തുടരും, അല്ലെങ്കിൽ 15 വർഷം LDF തന്നെയാണ്, അല്ലെങ്കിൽ ഞങ്ങളല്ലാതെ മറ്റാര് എന്നുള്ള രീതിയിൽ പ്രൊമോഷനാണ്. പക്ഷെ ആ സമയത്ത് തങ്ങൾ കഴിഞ്ഞ 5 വർഷം അല്ലെങ്കിൽ അതിനു മുമ്പ് ഉണ്ടായിരുന്ന 5 വർഷം 1-2 പിണറായി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന വീഴ്ചകൾ എന്തെല്ലാമെന്ന് അവലോകനം ചെയ്ത് ഈ തിരുത്താനുള്ള ഒരു നടപടി ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു 35 സീറ്റിലേക്ക് ഒതുങ്ങി ഈ മൂലയ്ക്ക് കൂടേണ്ടി വരില്ലായിരുന്നു. ആ വാക്യം തന്നെ വിമർശനമായിട്ട് പറയുന്നുണ്ട് അല്ലെ? ആ വാക്യം തന്നെ അബദ്ധമായി പോയെന്ന് CPM അവസാനം പറയുന്നുണ്ട്, ഞങ്ങളല്ലാതെ മറ്റാര്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഈ ഇലക്ഷന് വോട്ട് ചെയ്യാൻ പോയ ആൾക്കാരും അവരും അതൊക്കെ തന്നെ ആയിരിക്കും നോക്കുന്നത് അല്ലെ? LDF അല്ലാതെ മറ്റാരുണ്ട്, അവർക്ക് ആർക്ക് വോട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ തന്നെ ആയിരിക്കും അവരും നോക്കിയിട്ടുണ്ടാവും അല്ലെ? അതെ, ഈ LDFന് ബദലായി ഇന്നൊരു പാർട്ടി ഇവിടെ കേരളത്തിൽ ഉണ്ടെന്ന് ജനങ്ങൾ ഈ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ ജനങ്ങൾ തിരിച്ചറിഞ്ഞത് ഈ ഒരു പ്രചരണത്തിലൂടെയാണ്. അപ്പോൾ ഇനി ഇവർ 5 വർഷം കൂടി തുടർന്നാൽ ഈ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് സഖാക്കളുടെ ഇടയിലുള്ള സഖാക്കൾക്ക് വരെ തോന്നിപ്പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ 102 സീറ്റിൽ ഇപ്പോൾ UDF അധികാരത്തിലേറി ഭരിക്കുന്നത്. ഇവിടെ ആഷിക്ക്, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഷംസീർ പറയുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇവിടെ കാരണങ്ങളെല്ലാം പറയുന്നുണ്ട്, പരാജയത്തിന്റെ കാരണങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ കാരണഭൂതനെ പറഞ്ഞു വെക്കുന്നില്ല എന്നുള്ളത് വളരെ ഒരു വ്യത്യസ്തമായ ഒരു കാര്യമല്ലേ? അതിന് പ്രത്യേകിച്ച് അടിവരയിടേണ്ട കാര്യമില്ലല്ലോ. അതായത് വെള്ളാപ്പള്ളിയുടെ തോളിൽ കൈയിട്ട ആഗോള അയ്യപ്പ സംഗമത്തിന് ഏറ്റവും കൂടുതൽ കുട പിടിച്ച് അല്ലെങ്കിൽ ചൂട്ട് പിടിച്ച് മുന്നേ നടന്ന ക്യാപ്റ്റനാണ് ഈ പരാജയത്തിന് അല്ലെങ്കിൽ പടുപരാജയത്തിന് കാരണം പിണറായി വിജയനാണെന്ന് പ്രത്യേക അടിവരയിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. ആ ഒരു പരോക്ഷമായിട്ടുള്ള തിരിച്ചറിവുകളിൽ നിന്ന് തന്നെ ഉണ്ട് പിണറായി വിജയനായിരുന്നു ഏറ്റവും വലിയ ഈ ഒരു CPM എന്നുള്ള പാർട്ടി പടുപരാജയത്തിലേക്ക് എത്തിച്ചതെന്ന് പൂർണ്ണമായിട്ടും ഈ ഒരു വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതിനു മുമ്പ് EP ജയരാജൻ പറഞ്ഞിട്ടുണ്ട്, പിണറായി വിജയൻ ഈ ഒരു വിമർശനത്തിന് അതീതനല്ല, പിണറായി വിജയനെ ഞാനും വിമർശിക്കാറുണ്ട്. എന്നിട്ട് എന്തേ ഇത്ര കാലം വിമർശിക്കാൻ ഈ ഒരു AM ഷംസീറിനോ അല്ലെങ്കിൽ EP ജയരാജനെയോ അല്ലെങ്കിൽ ഇതുപോലെ കുമ്പസാരം പറഞ്ഞു നടന്ന ഒരു സഹാക്കളെയും കണ്ടില്ലല്ലോ. അപ്പോൾ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയനെ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിൽ ഇരിക്കുന്ന പിണറായി വിജയനെ ഈ പാർട്ടിക്കാർക്ക് പോലും അല്ലെങ്കിൽ സഹാക്കൾക്ക് പോലും പേടിയാണെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ അധികാരത്തിൽ നിന്നിറങ്ങി പ്രതിപക്ഷ നേതാവിലേക്ക് ഒതുങ്ങി ആ ഒരു പ്രതിപക്ഷത്തും അല്ലെങ്കിൽ നിയമസഭയിൽ ഏറ്റവും അപ്രസക്തമായി തുടരുന്ന പ്രതിപക്ഷ നേതാവിനെ കാണുമ്പോൾ ഇവർക്കൊരു പേടി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതായത് അവർക്കിനി ധൈര്യപൂർവ്വം എന്തും വിളിച്ചു പറയാന്നുള്ള ഒരവസ്ഥയാണ്. ഇനി ഇതിനപ്പുറത്തേക്ക് എടുത്തെറിഞ്ഞ വേറെ പ്രത്യേകിച്ച് ഇവർക്കൊന്നും വരാനില്ലല്ലോ. അപ്പോൾ ഇവർക്ക് താല്പര്യം പോലെ ഇഷ്ടം പോലെ ആ ഒരു ഇവരുടെ ഉള്ളിലുള്ള അമർഷം മുഴുവൻ പറഞ്ഞു തീർക്കാവുന്ന ഓരോ വേദികളും കണ്ടെത്തി അതിലൂടെ ഓരോ തങ്ങളുടെ കുമ്പസാരം പുറത്തേക്ക് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇതെല്ലാം കേട്ട് പൊതുജനം മൂക്കിൽ കൈവയ്ക്കുകയാണ്. നിങ്ങളൊക്കെ തന്നെയല്ലേ ഈ ഒരു 10 വർഷം അല്ലെങ്കിൽ 5 വർഷം ഈ ഒരു കേരളത്തിൽ ഭരിച്ചിരുന്നത്, അല്ലെങ്കിൽ നിങ്ങളെല്ലാം ഈ ഒരു സർക്കാരിന്റെ ഭാഗമായിരുന്നില്ലേ? ഈ ഷംസീർ തന്നെ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും അല്ലെ? ഞാൻ തന്നെ മനസ്സിലാക്കും ഷംസീർ ആ പറയുന്ന ഒരു ടോണും മറ്റു കാര്യങ്ങളും ആ രോഷമൊക്കെ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇത് ഇത്രത്തോളം വിഷമത്തോടെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. നമ്മൾ ഈ അടക്കി പിടിച്ച കാര്യം കുറേ നാൾക്ക് മുമ്പ് ഒരു സിനിമയിൽ ഇന്നസെന്റ് രഹസ്യം സൂക്ഷിക്കാൻ പറ്റാതെ മലയുടെ മുകളിൽ ചെന്ന് ഒച്ച ഉണ്ടാക്കുന്ന സീനൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെയാ ഇത് രഹസ്യം കുറേ നാളിങ്ങനെ അടക്കി പിടിച്ച് തുറന്നു പറയുന്ന ഒരു ഫീലായിരുന്നു നമുക്ക് അവിടെ ഷംസീറിന്റെ ആ ഒരു
പ്രസംഗം കാണുമ്പോൾ അത്രയ്ക്കും രോഷത്തോടെയാണ്. അപ്പൊ അതിൻ്റെ ഒപ്പം തന്നെ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്ന പാർട്ടിയാണ്, തെറ്റ് കണ്ടാൽ ഞങ്ങൾ തിരുത്തി വരും എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ തെറ്റ് തിരുത്താൻ, അപ്പോൾ ഞങ്ങളോട് തെറ്റ് തിരുത്താൻ പാർട്ടി ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾ തിരുത്തുമെന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും തിരുത്തുമോ? അല്ല, ഇവർക്ക് പലതവണ അവസരം കിട്ടിയിരുന്നു. നമുക്ക് 1-2 അവസരങ്ങളാണ് ഇതുപോലെ തെറ്റ് തിരുത്താനായിട്ട് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇത് പലതവണ അവസരങ്ങൾ കിട്ടിയിട്ടും എന്തുകൊണ്ട് തിരുത്തിയില്ല എന്നുള്ള ചോദ്യത്തിന് ആ ഒരു മറുപടിയാണ് ഇപ്പോൾ നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം ഇതിനു മുമ്പ് നടന്നിരുന്നു, അതായത് നമ്മുടെ 2021 ആ ഒരു വലിയ ഭൂരിപക്ഷം ഉണ്ടായി അധികാരത്തിലേറിയതിനു ശേഷം വന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, ലോക്സഭാ തിരഞ്ഞെടുപ്പ്, ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, അവസാനം നിയമസഭാ തിരഞ്ഞെടുപ്പ്, ഈ അവസരങ്ങളിലെല്ലാം അല്ലെങ്കിൽ ഈ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ത്രിതല പഞ്ചായത്ത് അല്ലെങ്കിൽ പാർലമെന്റ് പല മണ്ഡലങ്ങളിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ പാലക്കാട്, പുതുപ്പള്ളി പോലുള്ള മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ഈസി ആയിട്ട് അവിടെ ഇവർക്ക് ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ ഭരണം കാഴ്ച വെച്ചിരുന്നെങ്കിൽ ജനങ്ങൾക്ക് ഒരു അപ്രീതി ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾക്ക് പൂർണ്ണ കോൺഫിഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആ ഒരു സീറ്റ് പിടിക്കുമായിരുന്നു, അവിടെ ചരിത്രം മാറ്റി കുറിക്കുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് മാറ്റി കുറിച്ചില്ല? അതിൻ്റെ ഒരു തൽഫലമല്ല ഇപ്പോൾ ഈ ഏറ്റവും അവസാനം ഏറ്റ ആ ഒരു നിയമസഭയിൽ 35ഓളം സീറ്റിൽ ഒതുങ്ങി മൂലക്കിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നെങ്കിലും ഈ ഒരു തിരിച്ചറിവ് ഉണ്ടായി ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലേക്ക് ഒരുക്കം കൂട്ടിയില്ലെങ്കിൽ ഇനി ഈ ഒരു CPM എന്നുള്ള പാർട്ടിക്ക് കേരളത്തിൽ തന്നെ പ്രാധാന്യമില്ലാത്ത ഒരു അവസ്ഥയായി പോകും. ഇപ്പോൾ കേരളത്തിൽ അധികാരം നഷ്ടപ്പെട്ടോടെ ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും CPM എന്നുള്ള പാർട്ടിക്ക് അധികാരം നഷ്ടപ്പെട്ട ഒരു സാഹചര്യം കൂടിയാണ്. നമ്മുടെ ഈ നാഷണൽ വൈഡ് നോക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ പാർട്ടി എത്രത്തോളം ഗതികെട്ടൊരവസ്ഥയിലേക്ക് വന്നിരുന്നു. അപ്പോൾ പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത്. എന്തായാലും നമ്മളുടെ ചാനൽ ചർച്ചകളൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം ഇടതുപക്ഷത്തിനെതിരെയുള്ള ചാനൽ ചർച്ചകളാണ്. അല്ലെങ്കിൽ അവരുടെ പരാജയത്തെക്കുറിച്ചും അല്ലെങ്കിൽ അവരുടെ തെറ്റുകളെക്കുറിച്ചും ഇപ്പോഴും പിന്നെ നമ്മൾ ഒരുമാതിരി ചാനൽ മെയിൻ സ്ട്രീം മീഡിയയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുമാതിരി ചാനൽ ചർച്ചകളെല്ലാം ഇടതുപക്ഷത്തിൻ്റെ പരാജയത്തെക്കുറിച്ചും അവരുടെ അഴിമതികളെക്കുറിച്ചും അല്ലെങ്കിൽ പലതും. സാധാരണ എങ്ങനെയാണ് ഒരു ഭരണം നടത്തുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ഭരണത്തിരിക്കുന്ന UDF ആണ്, സാധാരണ എങ്ങനെയാണ് ഭരണപക്ഷത്തെ വിമർശിച്ചുകൊണ്ടല്ലേ പ്രധാനമായും ചാനൽ ചർച്ചകൾ വരിക. ഇവിടെ പ്രതിപക്ഷത്തെ തിരിച്ചാണ്, പ്രതിപക്ഷത്തെ വിമർശിച്ചുകൊണ്ട് ഇവിടെ ചാനൽ ചർച്ചകൾ വരികയാണ്. അപ്പോൾ എത്രത്തോളം പിന്നെ പാർട്ടിയിലെ പ്രധാന നേതാക്കൾ തന്നെ വന്ന് അവരും വിമർശനം ഉന്നയിക്കുകയാണ്. ഇതൊക്കെയാണ്. അപ്പോൾ ഈ ആ പാർട്ടി എത്രത്തോളം അനുഭവിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കണം. അത് മാത്രമല്ല, ഷംസീറിന്റെ മറ്റൊരു പരാമർശം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിലുണ്ടായിരുന്ന അല്ലെങ്കിൽ UDF-ലുണ്ടായ ഒരു മുഖ്യമന്ത്രി ചർച്ചയിലുണ്ടായ അല്ലെങ്കിൽ തർക്കം അല്ലെങ്കിൽ അതിനെ ചൊല്ലിയുണ്ടായ സംഭവവികാസങ്ങളും കാര്യങ്ങളും എല്ലാം ചൊല്ലിയാണ്. അപ്പോൾ ഇവരോടൊരു LDF മുന്നണിയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നിങ്ങൾക്കൊരു ഇതൊരു യോഗം ചേരാൻ പറ്റുന്നില്ല, പാർലമെന്ററി യോഗം ചേരാൻ പറ്റുന്നില്ല, പ്രതിപക്ഷ ഉപനേതാവിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് തിരിച്ചു ചോദിച്ചാൽ മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ CPI എന്ന ഒരു മുന്നണി, അല്ലെങ്കിൽ മുന്നണിയിലെ CPI എന്ന ഒരു ഘടക കക്ഷിയെ പരമാവധി ഒതുക്കി നിർത്തി CPM തന്നെ വല്യേട്ടൻ ചമയുന്ന ഒരു അവസ്ഥയിലാണ്. ഇതിനെല്ലാം കാരണം എന്ന് പറയുന്നത് CPM-ന്റെ തലപ്പത്തിരിക്കുന്നത് പിണറായി വിജയനാണ്. അതെ, ഇപ്പോ പാർട്ടിയേക്കാൾ പിണറായി വിജയൻ വളർന്നതിന്റെ തൽഫലമാണ് ഇപ്പോൾ CPM-ന് ഏറ്റ ഇത്രയും വലിയൊരു ആഘാതം. ഇപ്പൊ ആ പിണറായി വിജയൻ തന്നെ കാരണം തന്നെയാണ് ഈ ഒരു CPM എന്നുള്ള പാർട്ടിക്ക് കിട്ടിയ ഇത്തപ്പേരിൽ പകുതി മുക്കാലും അല്ലെങ്കിൽ ഭൂരിഭാഗവും ഇതുപോലെ ഒന്നും ആ ഒരു CPM പാർട്ടി ഒരു വിമർശനത്തിന് ഏറ്റുവാങ്ങുന്ന അല്ലെങ്കിൽ വിമർശനം ഏറ്റുവാങ്ങുന്ന സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇല്ലെങ്കിൽ പിണറായി വിജയന് ശേഷം അല്ലെങ്കിൽ പിണറായി വിജയന് മുമ്പ് എടുത്തു നോക്കുകയാണെങ്കിൽ CPM എന്നുള്ള പാർട്ടിക്ക് ഒരു ഓറ ഉണ്ടായിരുന്നു. CPM എന്നുള്ള ഒരു പാർട്ടിക്ക് ഞങ്ങളൊരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറയുന്നതിന് ഒരു അഭിമാനമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എടുത്തു നോക്കുകയാണെങ്കിൽ പിണറായി വിജയൻ പാർട്ടിയുടെ ആ ഒരു ഉന്നതിയിലേക്ക് എത്തിയതിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു മുഖ്യമന്ത്രി ആയതിനു ശേഷം പാർട്ടിക്ക് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾക്കുണ്ടായ അല്ലെങ്കിൽ പാർട്ടി സഖാക്കൾക്കുണ്ടായ ആ ഒരു അഹങ്കാരവും അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡിന് വന്ന മാറ്റവും തന്നെയാണ് ജനങ്ങൾ പരമാവധി ഇവരെ ഒതുക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഇവർക്ക് ആ ഒരു പരാജയം ഉണ്ടായത്. ഇതൊന്നും ഈ ഒരു തലപ്പത്തുള്ള സഹാക്കന്മാരൊന്നും തിരിച്ചറിയുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട്. ഞാൻ മനസ്സിലാക്കണം. ഇപ്പൊ കേന്ദ്ര കമ്മിറ്റി വരെ വിമർശനം ഉന്നയിച്ചു. അപ്പൊ ഇത്തരം വിമർശനങ്ങൾ വന്നതിന് ശേഷമായിരിക്കുമോ ഇവർക്കെന്നാ തുറന്നു പറഞ്ഞേക്കാം. കാരണം കേന്ദ്ര കമ്മിറ്റി വരെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു, നിങ്ങൾ നോക്കാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണെന്നേ എന്നൊക്കെ പറഞ്ഞ് എല്ലാം കേന്ദ്ര കമ്മിറ്റി തന്നെ ഒന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെ വിചാരിച്ചിട്ടുണ്ടാവും, ഇനി ഞാൻ എന്തിനാ ഇത് മനസ്സിൽ കൊണ്ട് നടക്കുന്നത്, ഞാനും അങ്ങ് പറഞ്ഞേക്കാം എന്നൊക്കെ കൊണ്ടായിരിക്കുമല്ലോ ഷംസീറും ഇപ്പോൾ ജയരാജനും അങ്ങനെ എത്ര പേര് എല്ലാവരും ഇപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇതാണ് അപ്പോൾ ആ പാർട്ടി
അത്രത്തോളം വേദനിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും അതിങ്ങനെ തീ കഴിക്കുകയാണ്, അല്ലെങ്കിൽ തീ തിന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് അല്ലേ? അല്ല, പ്രതിപക്ഷത്തിരുന്നാലും സമാധാനം തരൂരിലൂടാവുമെന്നാണ് ഇപ്പോ നിലവിലെ സഹാക്കന്മാർ ചിന്തിക്കുന്ന ഉണ്ടാകുന്നത്. നമുക്കിതുപോലെ ഇവരെ CPM-കാരെ ഈ ദിവസവും കുറ്റം പറഞ്ഞിട്ട് നമുക്ക് ഉറക്കം വരാത്ത ഒരു സാഹചര്യം ഒന്നുമില്ല. ഇവരായിട്ട് തന്നെ ഉണ്ടാക്കുന്ന ഓരോ പൊല്ലാപ്പുകളാണ്. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ദിവസേന അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിക്കുന്നത് തന്നെ. ഈ ഒരു സംസാരിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒന്ന് ആലോചിക്കണം, നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയിൽ എന്തെങ്കിലും തെറ്റുണ്ടായി നമ്മുടെ മേലിൽ നിന്നുള്ള ഒരു ഒഫീഷ്യൽ നമ്മളെ ചീത്ത പറയുകയാണ്, പിന്നെ ആ ഒരു തെറ്റ് ആവർത്തിക്കാൻ നമ്മൾ ശ്രമിക്കില്ല, അല്ലെങ്കിൽ ആ ഒരു തെറ്റ് തിരുത്തി തന്നെ നമ്മൾ മുന്നോട്ട് പോകും. പക്ഷേ ഇത് ഒരു തവണ പറ്റി, 2 തവണ പറ്റി, 3 തവണ പറ്റി, അങ്ങനെ വീഴ്ചയോട് വീഴ്ചയാണ്. പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞാൽ വീഴ്ചയാണ് മൊത്തം. അതെ, വീണ അവസാനം കൈയും തലയും അല്ലെങ്കിൽ മുഴുവനായിട്ട് ഒടിഞ്ഞു ചതഞ്ഞ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ CPM-ന്റെ കേരളത്തിലെ അവസ്ഥ. ഞാനും മനസ്സിലാക്കുന്നതാണ്. ഇപ്പൊ വീഴ്ച ഇപ്പൊ വീണയും വീണു അല്ലെ, ഈ വീണ വരെയുടെ വീഴ്ചയിലാണിപ്പോ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷ അവിടെ ആയാലും, ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കലായാലും അദ്ദേഹം ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് ഞാൻ തന്നെ പ്രതിപക്ഷ നേതാവ്, ആർക്കാണ് ചോദിക്കാറുള്ളത്. ഇനി മറ്റേ മമ്മൂക്കോയെ മറ്റേ സിനിമ പറയുന്ന പോലെ ഞങ്ങൾ 2 പേരോട് കളിക്കാൻ ആരണ്ടാന്ന് പറയുന്ന പോലെ ഞാൻ വന്നിട്ട് പ്രതിപക്ഷ നേതാവാന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഒരുത്തരും ഇവിടെ ചോദിക്കാനില്ല, അല്ലെ ഞാൻ തന്നെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അവിടെ ചോദിക്കാനില്ല. പക്ഷെ ഒരു ജനാധിപത്യപരമായ രീതിയിൽ നടക്കുന്ന ഒരു പാർട്ടിയിൽ അത് കൃത്യമായി ചോദ്യങ്ങളുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, ഒരു ഹൈക്കമാൻഡ് വന്ന് തീരുമാനിക്കും. അങ്ങനെയൊക്കെയാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ. അങ്ങനെയാണ് ഇവിടെ ഞാൻ വന്നിട്ട് അങ്ങനെയാണെന്ന് പറഞ്ഞ് അവിടെ സമ്മതിക്കാനുള്ള ആൾക്കാരേ ഉള്ളതേ. എന്തായാലും വിമർശനങ്ങൾ ഒരു കൊടുത്തിവാഴുമാണ് ഈ പ്രധാനമായിട്ട് ഇന്ന് പാർട്ടിയുടെ ആ ഒരു എല്ലാ തലത്തിലും, താഴെ ഘടനയിലായാലും കേന്ദ്ര കമ്മിറ്റിയിലായാലും പാർട്ടിയുടെ നേതാക്കളിൽ നിന്നായാലും അങ്ങനെ എല്ലാവരിൽ നിന്നും വിമർശനം ഉൾക്കൊണ്ട് പാർട്ടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിമർശനങ്ങളിൽ നിന്ന് പാർട്ടി പഠിക്കണം. പഠിച്ചില്ലെങ്കിൽ അത് സാധാരണക്കാരൻ്റെ പാർട്ടി അല്ലാതായി മാറും.